ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്താണ് ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. സോ എന്താണ് ഓഡിറ്റ്? ദി വേർഡ് ഓഡിറ്റ് ഈസ് derived ഫ്രം ദ ലാറ്റിൻ വേർഡ് ഒഡായർ വിച്ച് മീൻസ് ടു ഹിയർ. ഓഡിറ്റ് എന്ന് പറയുന്നൊരു വേർഡ് ലാറ്റിൻ വേർഡാണ്, ഒഡായർ എന്നാണ് അത് വരുന്നത്. അതിൻ്റെ മീനിങ് വരുന്നത് ടു ഹിയർ എന്നാണ് ഒഡായറിൻ്റെ മീനിങ്. അത് ലാറ്റിൻ വേർഡാണ്. ദി ഓഡിറ്റർ ഈസ് യൂസ് ടു ഹിയർ വാട്ട് എവർ ദേ ഹാവ് ടു സേ ഇൻ കണക്ഷൻ വിത്ത് ദി അക്കൗണ്ട്സ്. അപ്പോൾ ദ പേഴ്സൺ ടു ഹിയർ സച്ച് എക്സ്പ്ലനേഷൻ റിഗാർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ടു വെരിഫൈ ദി ഒതൻറ്റിസിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ലേ, ആ ട്രാൻസാക്ഷൻസ് അതിൻ്റെ ഒതൻറ്റിസിറ്റി ആക്യുറസി എല്ലാം വെരിഫൈ ചെയ്യുക. അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചിട്ട് വെരിഫൈ ചെയ്യുക. അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണല്ലോ നമ്മൾ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഒന്നിക്കൽ എന്തെങ്കിലും റെസിപ്റ്റ് വൗച്ചർ ബേസിലായിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒതൻറ്റിസിറ്റി ആക്യുറസി ഒക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാമിനേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഡിറ്റിംഗ് ചെയ്യുന്ന ആളുടെ പേരാണ് ഓഡിറ്റർ. ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ എക്സ്റ്റേണലായിട്ട് വരുന്ന ആളാണ്. ഈ ബിസിനസ്സിലുള്ള ആളല്ല, എക്സ്റ്റേണലാണ്. ഓഡിറ്റർ എന്ന് പറഞ്ഞ പേഴ്സണ് നമ്മൾ ഫിക്സഡ് എമൗണ്ട് കൊടുക്കും ഫീസ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഡിറ്റർ എന്ന് പറയുന്ന പേഴ്സൻ്റെ മെയിൻ ഒരു മോട്ടീവ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ പൊസിഷൻസ് എല്ലാം ചെക്ക് ചെയ്യുക. അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, ആ ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള അക്കൗണ്ടൻസിന് പറയാനുള്ള കാര്യങ്ങളും എക്സ്പ്ലനേഷൻസ് എല്ലാം കേൾക്കുക, എന്നിട്ട് അത് വെരിഫൈ ചെയ്യുക. അതാണ് ഓഡിറ്ററിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ഇനി ബുക്ക് കീപ്പിങ്ങും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഫിനാൻഷ്യൽ ബുക്സിൽ നമ്മൾ ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അതായത് ജേർണൽ ലെഡ്ജറിലെല്ലാം റെക്കോർഡ് ചെയ്യുന്നതിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ആക്യുറസി ഓഫ് എൻട്രീസ് ആണ്. നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതിയിട്ടുള്ള എൻട്രീസ് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് വെരിഫൈ ചെയ്യുന്നതിനാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ജൂനിയർ അക്കൗണ്ടൻറ്റ്സ് അല്ലെങ്കിൽ ബുക്ക് കീപ്പേഴ്സാണ്. ഓഡിറ്റിംഗ് എന്നുള്ള വർക്ക് ചെയ്യുന്നത് ഓഡിറ്റേഴ്സാണ്. ജനറലി ബുക്ക് കീപ്പേഴ്സ് ഡു നോട്ട് പോസസ് എനി സ്പെഷ്യലൈസ്ഡ് നോളജ് ട്രെയിനിങ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഈ ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജും കാര്യങ്ങളൊന്നും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഓഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ആവണം. The work in bookkeeping is mainly concerned with journalizing, posting, totaling and balancing various ledger accounts. ബുക്ക് കീപ്പിങ്ങിൻ്റെ മെയിനായിട്ടുള്ള വർക്ക് എന്താണ്? ജേർണലൈസ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബുക്ക് കീപ്പിങ്ങിൽ വരുന്നത്. പിന്നെ ഓഡിറ്റിങ്ങിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദി വർക്ക് ഈസ് മോർ ഓർ ലെസ് ഓഫ് മെക്കാനിക്കൽ ഓർ of routine in nature. Now computer bookkeeping machines and ledger machines are used for bookkeeping. ബുക്ക് നമുക്ക് മെക്കാനിക്കലും ആക്കാം, മാനുവലും ആക്കാം. ഓഡിറ്റിങ് ടെക്നിക്കൽ വർക്കാണ്. ബുക്ക് കീപ്പിംഗ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ ബുക്ക് കീപ്പിംഗ് ചെയ്യണം. ഓഡിറ്റിങ് നമ്മൾ കംപ്ലീഷൻ ഓഫ് ദ ഇയറിലാണ്, ഇയറിൻ്റെ എൻഡ് ഓഫ് ദി ഇയറിലാണ് നമ്മൾ ചെയ്യുന്നത്. ബുക്ക് കീപ്പേഴ്സ് റെഗുലർ ആയിട്ടുള്ള പെയ്ഡ് എംപ്ലോയീസ് ആണ്. ഓഡിറ്റേഴ്സ് ഔട്ട്സൈഡേഴ്സ് ആണ്. അവരെ സ്പെസിഫൈഡ് ജോബിന് വേണ്ടിയിട്ട് അവർ ഫിക്സഡ് ഫീനാണ് അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ട് എൻഡ് ഓഫ് ദി ഇയറിൽ അവരെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ബുക്ക് കീപ്പിങ്ങിന് ശേഷമാണ് ഓഡിറ്റിംഗ് വരുന്നത്. ബുക്ക് കീപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെരിഫൈ ചെയ്യുന്നതാണ് ഓഡിറ്റിംഗ്. ബുക്ക് കീപ്പേഴ്സ് നീഡ് നോട്ട് പ്രിപ്പയർ റിപ്പോർട്ട്സ്. ദേ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ വേരിയസ് ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ഫേംസ്. ബുക്ക് കീപ്പേഴ്സ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യില്ല, അവർ വേരിയസ് ട്രാൻസാക്ഷൻസിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക. ഓഡിറ്റേഴ്സ് ആണെങ്കിൽ എന്താണ്, അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ആക്യുറേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ആരാണോ അവരെ അപ്പോയിൻറ്റ് ചെയ്തത്, ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യുക.
ഷെയർ ഹോൾഡേഴ്സാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. അതാണ് ഓഡിറ്റിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പറയുന്നത് അക്കൗണ്ടൻസിയും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അക്കൗണ്ടൻസി ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിങ്ങിന് ശേഷമാണ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടൻസി എൻഡ്സ്, ഓഡിറ്റിംഗ് ബിഗിൻസ്. അക്കൗണ്ടൻസി മീൻസ് എന്തുതന്നെയാണ്, ബുക്ക് കീപ്പിംഗ് തന്നെയാണ്, അതിൻ്റെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അക്കൗണ്ടൻസിന് ശേഷമാണ് ഓഡിറ്റിംഗ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിംഗ് ചെയ്യുന്നത്. ദ മാൻ ഹൂ പെർഫോംസ് ദി വർക്ക് ഓഫ് അക്കൗണ്ടൻസി ഈസ് കോൾഡ് അക്കൗണ്ടൻറ്റ്. അക്കൗണ്ടൻ്റ് ആണ് ഈ അക്കൗണ്ടൻസി ചെയ്യുന്നത് അല്ലേ. അക്കൗണ്ട്സോ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്ന മാൻ, ആ ഒരു വർക്കറിനെയാണ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ദ മാൻ ഇൻട്രസ്റ്റഡ് ഇൻ ദ വർക്ക് ഓഫ് ഓഡിറ്റിംഗ് ഈസ് കോൾഡ് ഓഡിറ്റർ. ഓഡിറ്റർ ആണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ അക്കൗണ്ടൻറ്റ് ടു പാസ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ. ഒരു അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ പാസ്സാവണം എന്നുള്ള നെസസിറ്റി ഒന്നുമില്ല. പക്ഷേ ഓഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ CA ഡിഗ്രി പോസസ് ചെയ്യണം. അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു മെമ്പർഷിപ്പ് വിത്ത് CA നമ്മൾ കമ്പൾസറി ആയിട്ട് പാസ്സാവണം. എന്നാലും നമുക്ക് ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ആദ്യം ഈ അക്കൗണ്ടൻസിയിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇൻ്റർപ്രിട്ടേഷൻ, അനാലിസിസ് ഒക്കെയാണ് നമ്മൾ അക്കൗണ്ടൻസി ചെയ്യേണ്ടത്. ഓഡിറ്റിങ്ങിൽ ചെയ്യേണ്ടത് എന്താണ്, അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ബുക്സ്. ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ച ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്രത്തോളം അതിനെ എക്സാമിൻ ചെയ്യുക, അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാമിൻ ചെയ്തിട്ട് എന്തെങ്കിലും ആക്യുറസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്രത്തോളം ആക്യുറസി ഉണ്ടെന്നുള്ളതിൻ്റെ വെരിഫിക്കേഷനാണ് ഇവിടെ വരുന്നത്. അക്കൗണ്ടൻറ്റ് പ്രിപ്പയർസ് ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കൺസേൺ. ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ മെയിൻ പ്രോസസ്സ് എന്താണ്, ഫങ്ഷൻ എന്താണ്, ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഓഡിറ്ററിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ്, അതായത് ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് കൺസേൺ അവർ പ്രിപ്പയർ ചെയ്തത് ആയിട്ട് പിന്നെ ബിസിനസ്സിൻ്റെ മറ്റുള്ള വൗച്ചേഴ്സ് ഡോക്യുമെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് എത്രത്തോളം ട്രൂ ആണ്, ഫെയർ ആണെന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഓഡിറ്റർ കൊടുക്കേണ്ടത്. വർക്ക് ഓഫ് അക്കൗണ്ടൻറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഹോൾ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ മീൻസ് നമുക്കറിയാമല്ലോ, 1st January to 31st December, അല്ലെങ്കിൽ 1st April to 31st March വരെയൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അപ്പോൾ ആ ഒരു ഇയറിലായിട്ട് തന്നെ ഇവർ വർക്ക് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഇവർ അക്കൗണ്ടൻസ് വർക്ക് ചെയ്യണം. ഓഡിറ്റേഴ്സിന് എന്താണ് ഫൈനൽ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമേ ഇവർക്ക് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് പിന്നെയും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, അക്കൗണ്ടൻസ് ഹാസ് ടു പ്രിപ്പയർ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദി കൺസേണിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഓഡിറ്റർ ഹാസ് ടു വെരിഫൈ ആൻഡ് റിപ്പോർട്ട് ആക്യുറസി ആൻഡ് അത്തൻറ്റിസിറ്റി ഓഫ് ദി അക്കൗണ്ട്സ്. അക്കൗണ്ടൻസി ഈസ് നെസസിറ്റി. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് നെസസറി ആണല്ലോ, ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓഡിറ്റിംഗ് വാസ് എ ലക്ഷറി കൺസെപ്റ്റ് ഡ്യൂ ടു ഹെവി ഫീസ്, നൗ ഇറ്റ് ഈസ് നെസസിറ്റി. പണ്ടത്തെ കൺസെപ്റ്റ് വെച്ചിട്ട് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ലക്ഷറി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. കാരണം അത് ഭയങ്കര ഹെവി ഫീസൊക്കെയാണ് ഓഡിറ്റേഴ്സ് ചാർജ് ചെയ്യുന്നത്. സോ ഇപ്പോഴ് ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്, സ്മോൾ ആയിക്കോട്ടെ ലാർജ് ആയിക്കോട്ടെ, എല്ലാവരും ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻറ്റ് ഈസ് എ സാലറീഡ് സ്റ്റാഫ് ആൻഡ് റെഗുലർ എംപ്ലോയീസ് ഓഫ് ദി കൺസേൺ. ഹീ ഈസ് എൻ ഇൻസൈഡർ. ഈ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളാണ്, അല്ലെ ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളാണ്, സ്റ്റാഫാണ്, റെഗുലർ എംപ്ലോയി ആണ്. പക്ഷേ ഓഡിറ്റർ എന്ന് പറയുന്ന ആൾ ഫിക്സഡ് ഫീസിന് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് ഔട്ട്സൈഡറാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക, ചിലപ്പം ഡയറക്ടേഴ്സ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക. An accountant is not required to submit any report to the proprietors of the business. ബിസിനസ് ആൾക്കാർക്ക്, ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അവർക്കൊന്നും ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം അക്കൗണ്ടൻറ്റിനില്ല. പക്ഷേ ഓഡിറ്റർക്ക് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിന് മെയിനായിട്ട് 2 ഒബ്ജക്റ്റീവ്സ് ഉള്ളത്, പ്രൈമറി ഒബ്ജക്റ്റീവ്സും സെക്കൻഡറി ഒബ്ജക്റ്റീവ്സും. പ്രൈമറി ഒബ്ജക്റ്റീവ്സിൽ മെയിനായിട്ട് വരുന്നത്
to ensure the accounts reveal a true and fair view of business and its transaction. നമ്മൾ ഓഡിറ്റിംഗ് എന്താണെന്ന് പറഞ്ഞല്ലോ. ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ട്രൂവും ഫെയറും ആണെന്നുള്ളതിൻ്റെ റിവീൽ, അതിൻ്റെ ട്രൂവും ഫെയറും ആണെന്നുള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണല്ലോ ഓഡിറ്റിംഗ്. അപ്പോൾ അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് അതുതന്നെയായിരിക്കും. ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ ഫെയർനെസ്, ട്രൂത്ത്നെസ്സും ഫെയർനെസ്സും എൻഷ്യൂർ ചെയ്യുക. അതാണ് പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്. പിന്നെയുള്ളത് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് തന്നെയുള്ള പോയിൻറ്റ്സാണ് ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ടു റിവീൽ ദി ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ്സ് ട്രാൻസാക്ഷൻസ് ആണ്. സെക്കൻഡ് വൺ പറയുന്നത് എക്സാമിൻ ദി സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക് പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യുക, സിസ്റ്റം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെയുള്ളത് ചെക്കിംഗ് അർത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വെരിഫൈയിങ് പോസ്റ്റിംഗ്, കോസ്റ്റിംഗ്, ബാലൻസിങ് എക്സെട്ര. ഈ അർത്തമാറ്റിക്കൽ ആക്യുറസി ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എമൗണ്ടിലുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കോസ്റ്റിംഗ്, ബാലൻസിങ് ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഒത്തൻറ്റിസിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, വാലിഡിറ്റി ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ചെക്കിംഗ് പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻസ്. നമുക്ക് രണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ക്യാപിറ്റൽ നേച്ചർ, റവന്യൂ. അപ്പോൾ ഇത് രണ്ടും പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്തത് എന്നുള്ളതിൻ്റെ വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക. പിന്നെ കമ്പനിയിലുള്ള അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യുക. പിന്നെ വെരിഫൈ വെദർ ഓൾ ദി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആർ ഫുൾഫിൽഡ് ഓർ നോട്ട്. എല്ലാ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, അതായത് കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ഫോളോ ചെയ്യേണ്ട എല്ലാ ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും കാര്യമാണ് നമ്മൾ പിന്നെയും എടുത്തെടുത്ത് പറയുന്നത്, പ്രൊവൈഡിങ് ട്രൂ ആൻഡ് ഫെയർനെസ് ഓഫ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് പ്രസൻറ്റഡ് ബൈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ പ്രസൻറ്റഡ് ബൈ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലുള്ള അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലുള്ള റിസൾട്ട്സിന് അത് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ആയിരിക്കുമല്ലോ, ആ റിസൾട്ടിൻ്റെ ട്രൂ ആൻഡ് ഫെയർനെസ് ആയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അതായത് ഈ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പൊസിഷൻ അത്രത്തോളം ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഓഡിറ്ററിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ്. നെക്സ്റ്റ് വൺ സെക്കൻഡറി അല്ലെങ്കിൽ ആൻസിലറി അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മിസ്റ്റേക്സ് ആണല്ലേ. അത് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പം മിസ്റ്റേക്സ് ഉണ്ടാവാം, അതുപോലെ പോസ്റ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവാം, ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാം, അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവാം. ഈ പറയുന്ന മിസ്റ്റേക്കിനാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. എറേഴ്സ് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ക്ലറിക്കൽ എറേഴ്സും എറർ ഓഫ് പ്രിൻസിപ്പിളും. ക്ലറിക്കൽ എറേഴ്സിൽ മൂന്നായിട്ട്, നമ്മൾ ഈ എറേഴ്സൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലറിക്കൽ എറേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലറിക്കൽ എറേഴ്സിൽ എറർ ഓഫ് ഒമിഷൻ നമുക്കറിയാമല്ലോ, നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തു പോവുക, വിട്ടുപോവുക, എഴുതാൻ വിട്ടുപോകുന്നതിനെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. അതിൽ പാർഷ്യൽ ഒമിഷനും ഉണ്ട്, കംപ്ലീറ്റ് ഒമിഷനും ഉണ്ട്. അതായത് എന്താണ് കംപ്ലീറ്റ് ഒമിഷൻ? means omitting to record the debit and credit aspect of transaction in the subsidiary books. Such errors do not affect the agreement of trial balance. നമുക്കറിയാം ഒരു ട്രാൻസാക്ഷന് ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. സോ ഇപ്പം നമ്മളൊരു സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് നടക്കുമ്പം ട്രാൻസാക്ഷൻ എന്താ വരുന്നത്? ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷ് സെയിലാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ്. അപ്പോൾ ഇതിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് രണ്ടും നമ്മൾ ഒമിറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനാണ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ ഒമിഷൻ ആണെങ്കിലോ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് നമ്മൾ വിട്ടുപോകും എഴുതാൻ. ഒന്നിക്കൽ എമൗണ്ടിലായിരിക്കും മെയിൻലി ഇവിടെ ചേഞ്ച് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഡേ ബുക്ക് അറിയില്ല, നമ്മൾ ഡെയിലി ട്രാൻസാക്ഷൻസ് എഴുതുന്ന ഡേ ബുക്കിൽ നമ്മൾ വേജസ് കൊടുത്തതായിട്ട് നമ്മൾ പേയ്മെൻറ്റ് കാണിച്ചു. പക്ഷേ ഈ വേജ് രജിസ്റ്റർ ഉണ്ടാവില്ലേ, വേജ് രജിസ്റ്ററിൽ നമ്മളിത് റെക്കോർഡ് ചെയ്യാൻ ഒമിറ്റ് ചെയ്തു പോയി, മറന്നുപോയി. അങ്ങനത്തെ കേസിൽ ട്രയൽ ബാലൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ 150 rupees ഇപ്പോൾ വേജസ് പെയ്ഡ് നമ്മൾ ഡേ ബുക്ക് കാണിച്ച്, പക്ഷേ വേജ് രജിസ്റ്ററിൽ കാണിച്ചില്ല. ആ കേസിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 150 rupees എന്തായാലും ഡിഫറൻസ് വരും. അങ്ങനത്തെ ഉള്ള കേസാണ് ഈ പാർഷ്യൽ ഒമിഷൻ വരുന്നത്. നെക്സ്റ്റ് എറർ ഓഫ് ഒമിഷൻ ആണ്. ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ടാണുള്ളത്, ക്ലറിക്കൽ എറേഴ്സും
പിന്നെ എറർ ഓഫ് പ്രിൻസിപ്പിളും ആണ് ഉള്ളത്. പിന്നെ ഈ ക്ലറിക്കൽ എറേഴ്സിൽ വരുന്ന എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ ആൻഡ് എറർ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. നമ്മൾ എറർ ഓഫ് ഒമിഷനിൽ 2 കാര്യങ്ങൾ പഠിച്ചു, കംപ്ലീറ്റ് ഒമിഷനും പാർഷ്യൽ ഒമിഷനും. ഇനി എറർ ഓഫ് കമ്മീഷൻ ആണ് പറയുന്നത്. It generally arises when transactions has been recorded and wrongly entered in the original entry ledger due to negligence. Error of commission means നമ്മളിപ്പം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ലെഡ്ജർ ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ വിട്ടുപോവുക, അങ്ങനത്തെ കേസ് വരുന്നതാണ് എറർ ഓഫ് ഒമിഷൻ. നമ്മളിവിടെ സെൻറ്റൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജനറലി അറൈസസ് വെൻ ട്രാൻസാക്ഷൻസ് ഹാസ് ബീൻ റെക്കോർഡഡ് ആൻഡ് റോങ്ലി എൻറ്റേർഡ് ഇൻ ദ ഒറിജിനൽ എൻട്രി ലെഡ്ജർ ഡ്യൂ ടു നെഗ്ലിജൻസ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെൻറ്റ് പെയ്ഡ് നമ്മൾ 1000 rupees ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു ടു റെൻ്റ് അക്കൗണ്ട് എന്നുണ്ട്. പക്ഷേ അത് നമ്മൾ 100 ആണ് എഴുതിയത്. 1000-ന് പകരം ഒരു 0 ഇടാൻ വേണ്ടി നമ്മൾ വിട്ടുപോയി. അപ്പോൾ നമ്മൾ നെഗ്ലിജൻസ് കാരണം നമ്മൾ വിട്ടുപോയി. അപ്പോൾ 100 ആയി. അപ്പോൾ 900 rupees ഷോർട്ടേജ് അവിടെ വന്നു റെൻ്റ് അക്കൗണ്ടിൽ. ഇങ്ങനത്തെയുള്ള എറേഴ്സാണ് എറർ ഓഫ് കമ്മീഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് അല്ലെങ്കിൽ ഓഫ്സെറ്റിംഗ് എറേഴ്സ്. എറേഴ്സ് വിച്ച് ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. ഒരു എറർ കൊണ്ട് മറ്റേ എറർ കോമ്പൻസേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കേസാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് വരുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻറ്റ് പെയ്ഡ് 1000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു, ഓവർകാസ്റ്റ് ചെയ്ത് കാണിച്ചു. ഇനി റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അണ്ടർകാസ്റ്റ് ചെയ്ത് കാണിച്ചു 1000. അപ്പോൾ 2 എറേഴ്സും കൗണ്ടർ ബാലൻസ് ചെയ്തിട്ട് വേറൊരു എററായി മാറിയല്ലേ. പക്ഷേ ഇങ്ങനത്തെ എറേഴ്സ് നോർമലി കോമൺ ആണ്, കോമ്പൻസേറ്റ് ചെയ്തിട്ട് എറേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എറേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ടൈം എടുക്കും. പിന്നെയുള്ളത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടൻസിൽ ചില പ്രിൻസിപ്പിൾസ് ഇല്ലേ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, അത് ഫോളോ ചെയ്ത് അത് എഗെയിൻസ്റ്റ് ആയിട്ട് അതിന് എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന എറേഴ്സാണ് ഈ പറഞ്ഞ എറർ ഓഫ് പ്രിൻസിപ്പിൾ. വാല്യുവേഷൻ ഓൺ അസറ്റ് ഓൺ റോങ് പ്രിൻസിപ്പിൾസ്, പർട്ടിക്കുലർലി സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഈ സ്റ്റോക്ക് ഇൻ ട്രേഡൊക്കെ നമ്മൾ അസറ്റിൻ്റെ കേസിൽ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതൊക്കെ എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. പിന്നെ എക്സ്പെൻഡിച്ചർ ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചറായിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സൊക്കെ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. കാരണം നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയില്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഈ പിന്നെയുള്ളത് അസറ്റ് ലയബിലിറ്റീസിൻ്റെ ഒക്കെ ഔട്ട്സ്റ്റാൻഡിങ് വരുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. പിന്നെ പോസ്റ്റിംഗ് ട്രാൻസാക്ഷൻസ് ടു ദ റോങ് ക്ലാസ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പം വേജസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിലുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് അല്ല നമ്മൾ അതിന് കൊടുത്തത് എങ്കിൽ എന്തായാലും മിസ്റ്റേക്സ് വരും. അപ്പോൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക. സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആയിരുന്നു. സെക്കൻഡ് വൺ പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് പ്രിവെൻഷൻ. ഫ്രോഡ് എന്താ നമുക്കറിയില്ലേ, ഫോൾസ് റെപ്രസെൻറ്റേഷൻ ഓർ മേക്കിംഗ് എ റോങ് എൻട്രി ഇൻറ്റൻഷനലി ടു ഡീഫ്രോഡ് സംവൺ. നമ്മൾ ആരെയെങ്കിലും ഡീഫ്രോഡ് ചെയ്യണമെന്ന ഇൻറ്റൻഷനിൽ നമ്മൾ ഡീഫ്രോഡ് ചെയ്യപ്പെടണം എന്നുള്ള ആവശ്യമാണ് നമ്മൾ റോങ് എൻട്രി ചെയ്യുന്നതാണ്, ഫോൾസ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഫ്രോഡ് മെയിൻലി 3 ടൈപ്പ് ഉള്ളത്. ക്യാഷിൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് ഫ്രോഡ് നടത്തുക, പിന്നെ ഗുഡ്സിൽ മിസ്അപ്രോപ്രിയേഷൻ നടത്തുക, പിന്നെ അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ നടത്തുക. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് മെയിൻലി ഫ്രോഡ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് നമുക്ക് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിലേക്ക് പോവാം. ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് ഫ്രോഡ്, എസ്പെഷ്യലി ഇൻ ലാർജ് ബിസിനസ് ഹൗസസ് വെർ ദർ ഇസ് എ ലിമിറ്റഡ് ഓർ നോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓണർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ദ ക്യാഷിയറും ഇപ്പോൾ വലിയ ഓർഗനൈസേഷൻ്റെ കേസിലാണെങ്കിൽ ഒരു ക്യാഷിയറും അതുപോലെ ഓർഗനൈസേഷൻ്റെ ഓണറും തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും നടക്കില്ല എന്നല്ല, ലിമിറ്റഡ് ആയിരിക്കും അല്ലേ, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകൾ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തിട്ട് ക്യാഷിയർ എന്നല്ല, ഈസിയസ്റ്റ് വേ ആയിട്ട് നമുക്ക് ഫ്രോഡ് നടത്താൻ പറ്റുന്ന ഏരിയ ആണ് ക്യാഷ് മിസ്അപ്രോപ്രിയേഷൻ. അതായത് ക്യാഷ് റെസിപ്റ്റ് തെഫ്റ്റ് ചെയ്യുക, പെറ്റി ക്യാഷ്, അതായത് ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത പേയ്മെൻറ്റ്സ് കാണിച്ചിട്ട് അങ്ങനെയൊക്കെ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് മീൻസ് ഇല്ലാത്ത പേയ്മെൻറ്റ്സ് കാണിക്കുന്നത്. വർക്കേഴ്സിന് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാം ഇല്ലാത്ത പേയ്മെൻറ്റ്സ് കാണിച്ചിട്ട് ക്യാഷ് റെസിപ്റ്റ്സ് പെറ്റി ക്യാഷൊക്കെ കാണിക്കുക.
പിന്നെയുള്ള മെയിനായിട്ടുള്ള ഒരു തെഫ്റ്റ് എന്ന് പറയുന്നത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് ബൈ യൂസിങ് ടീമിങ് ആൻഡ് ലാഡിങ് മെത്തേഡ്. അതായത് ടീമിങ് ആൻഡ് ലാഡിങ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദ മണി റിസീവ്ഡ് ഫ്രം എനി കസ്റ്റമർ ക്യാൻ ബി പോക്കറ്റഡ് ആൻഡ് റിസീവ്ഡ് ഫ്രം എനി customer can be pocketed and the money received from another customer can be shown as money received from firm. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു പേയ്മെൻറ്റ് നടന്നു, ഒരു സെയിൽ നടന്നിട്ട് അവിടെ നമുക്ക് റെഡി ക്യാഷ് കിട്ടി. അപ്പോൾ അത് നമ്മൾ എടുത്ത് തെഫ്റ്റ് ചെയ്തു. അതിനുശേഷം വേറൊരു സെയിൽ വരുമ്പം ആ ക്യാഷ് സെയിൽ നമ്മൾ ഫസ്റ്റ് കിട്ടിയ സെയിലായിട്ട് കാണിക്കുക. അതാണ് ടീമിങ് ആൻഡ് ലാഡിങ്. The money received from any customer can be pocketed and the money received from another customer can be shown as money received from former. പിന്നെയുള്ളത് ഷോയിങ് ഫോൾസ് പേയ്മെൻറ്റ് ഓൺ എക്സസ് പേയ്മെൻറ്റ് ഇൻ ദ ക്യാഷ് ബുക്കിൽ ഇല്ലാത്ത പേയ്മെൻറ്റ്സ്, അതുപോലെ എക്സസ് ആയിട്ട് പേയ്മെൻ്റ് എല്ലാം കാണിക്കുക. പിന്നെ ക്യാഷ് സെയിൽ ക്രെഡിറ്റ് സെയിലായിട്ട് കാണിക്കുക. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചില മിസ്അപ്രോപ്രിയേഷൻസ് കാരണം വലിയ ഫ്രോഡാണ് ചിലപ്പം ബിസിനസ് സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. Strict internal control system should be followed in receipt and payment of cash so that work done by one person automatically checked by another. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാഷ് തെഫ്റ്റ്, അതായത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ ഫോളോയിങ് വേസ്. നമുക്ക് ഇനി പറയുന്ന വേസിലൊക്കെ നമുക്ക് ഗുഡ്സ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റും. ഗുഡ്സ് മേ ബി സ്റ്റോളൻ ബൈ എംപ്ലോയീസ് ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഗുഡ്സ് സ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. പിന്നെ ബൈ ഇഷ്യൂയിങ് ഫോൾസ് ക്രെഡിറ്റ് നോട്ട് ടു കസ്റ്റമേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഗുഡ്സ് റിട്ടേൺ. ഇങ്ങനെയുള്ള ഒരുപാട് രീതികളിൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമുക്ക് മിസ്അപ്രോപ്രിയേഷൻ തടയാൻ വേണ്ടി സാധിക്കുന്നത്? ഡിറ്റക്ഷൻ ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ഈസ് മോർ ഡിഫിക്കൾട്ട് rather than detecting misappropriation of money, especially where management is not much vigilant and sound system of bookkeeping, internal control and adequate system of securities are not available. Detection of ഗുഡ്സിൻ്റെ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫിക്കൾട്ടാണ് ക്യാഷിനെക്കാളും. കാരണം നമുക്ക് വിജിലൻ്റ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം ബുക്ക് കീപ്പിങ്ങിന് സ്റ്റോക്കിനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഗുഡ്സിൻ്റെ മേലെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ടഫായിരിക്കും, നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. To keep control over the physical verification of goods, reconciliation of physical stock with books and careful checking of sale and purchase is must. അപ്പോൾ നമ്മളിപ്പോൾ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ പ്രോപ്പറായിട്ട് സെയിൽ, പർച്ചേസ്, സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തില്ല എങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ വരുമ്പോൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ലാസ്റ്റ് വണ്ണാണ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. രണ്ട് രീതിയിൽ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യാം. ഒന്ന് ഹയർ പ്രോഫിറ്റ്സ് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ലോവർ പ്രോഫിറ്റ്സ് കാണിച്ചിട്ട്. ഹയർ പ്രോഫിറ്റ്സ് കാണിക്കുന്നത് എന്തൊക്കെ റീസൺസ് കൊണ്ടാണ്? ടു ഒബ്റ്റെയിൻ ക്രെഡിറ്റ് ഓർ എൻഹാൻസ് എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹയർ പ്രോഫിറ്റ്സ് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് നമുക്ക് ക്രെഡിറ്റിന് ലോണ് വേണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് നമുക്ക് ക്രെഡിറ്റ് വർത്തിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ്സ് ഹയർ പ്രോഫിറ്റ്സ് ആയിട്ട് കാണിക്കും. രണ്ട് രീതിയിൽ നമുക്ക് അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യാം. ഒന്ന് ഹയർ പ്രോഫിറ്റ്സ് കാണിച്ചിട്ട്. ഹയർ പ്രോഫിറ്റ്സ് കാണിക്കുന്നത് എന്തിനാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനടുത്ത് നമുക്ക് ലോണ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്പനിക്ക് ഇത്രയും ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോണൊക്കെ പാസ്സാവും. പിന്നെ ഷെയർ ഹോൾഡേഴ്സിനൊരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടു ഹൈക്ക് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ഓഫ് കമ്പനി ആൻഡ് എനാബിൾ ദി സെയിൽ ഓഫ് ദോസ് അറ്റ് ഹയർ പ്രൈസസ് നമുക്ക് ഷെയർ സെയിൽ ചെയ്യാനെല്ലാം നമ്മൾ ഹയർ പ്രോഫിറ്റ്സ് കാണിക്കും. പിന്നെ ടു ഗെറ്റ് മോർ കമ്മീഷൻ വെർ കമ്മീഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് പ്രോഫിറ്റ് ഏൺഡ്. കമ്മീഷൻ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഏൺഡ് ബേസിലാണ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ നമ്മൾ പ്രോഫിറ്റ്സ് ഹയർ പ്രോഫിറ്റ്സ് ആയിട്ട് കാണിക്കും. പിന്നെ ടു ഡിക്ലെയർ ഡിവിഡൻഡ് അറ്റ് ഹയർ റേറ്റിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ. പിന്നെ ലോ പ്രോഫിറ്റ്സ് എപ്പോഴൊക്കെ കാണിക്കുന്നത്? ടു അവോയ്ഡ് റെഡ്യൂസ് ഡയറക്റ്റ് ടാക്സ് അടക്കുന്നതിനും ഒരു ടാക്സ് അടക്കാതിരിക്കാൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ്സ് കുറച്ച് കാണിക്കും. പിന്നെ ടു പർച്ചേസ് ഷെയർസ് അറ്റ് ലോവർ പ്രൈസ്, ഷെയർ ലോവർ പ്രൈസിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. ടു ഗിവ് റോങ് ഇംപ്രഷൻ ടു ദി അതർ കോമ്പറ്റീറ്റേഴ്സ് ഓഫ് ബിസിനസ്, മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ കോമ്പറ്റീറ്റേഴ്സിന് റോങ് ഇംപ്രഷൻ എടുക്കാൻ വേണ്ടിയിട്ട്.
പ്രോഫിറ്റ്സ് കുറച്ച് കാണിക്കും. നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഫോർ ഓണേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഓണേഴ്സിന് എന്തൊക്കെയാണ് ഓഡിറ്റിംഗ് കൊടുക്കുന്ന അഡ്വാൻറ്റേജസ്? അതിപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സോൾ പ്രൊപ്പറേറ്റർ ഓഫ് ബിസിനസ് ആൻഡ് പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ക്യാൻ റിലേ ആൻഡ് ഡിപ്പെൻഡ് ഓൺ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. ബിസിനസ് ആയാലും അതിപ്പോൾ സോൾ പ്രൊപ്പറേറ്റർ ആയാലും പാർട്ട്ണർഷിപ്പ് ആയാലും ഈ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓഡിറ്റിംഗ് ഈസ് ഹെൽപ്ഫുൾ ഫോർ വാലുവേഷൻ ആൻഡ് ബിസിനസ് സെറ്റിൽമെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസാണെങ്കിൽ പുതിയ പാർട്ട്നേഴ്സ് അഡ്മിറ്റ് ആവുന്ന സമയത്ത് റിട്ടയർമെൻറ്റ്, ഡെത്തിനൊക്കെ ആ സമയത്തൊക്കെ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണ് റെഫർ ചെയ്യുന്നത്. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ദ ഓൺലി വേ ഔട്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ടു ജഡ്ജ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യാനുള്ള ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റഡ് റിപ്പോർട്ട്സ് ആണ്. നെക്സ്റ്റ് വൺ ഫോർ ദ മാനേജ്മെൻറ്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടാവുക? ഇറ്റ് ഹെൽപ്സ് ടു കീപ് ദി സ്റ്റാഫ് വിജിലൻറ്റ് ആസ് ഇവൻച്വലി വർക്ക് ഡൺ ബൈ ദം കോസ് ഫോർ ആൻ ഓഡിറ്റ്. സ്റ്റാഫ്സൊക്കെ വളരെ വിജിലൻ്റ് ആയിരിക്കും, കാരണം അവരുടെ അക്കൗണ്ട്സൊക്കെ ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഇയറിൽ ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എത്രയോ ആക്യുറേറ്റ് അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഇൻഷുറൻസ് ക്ലെയിമൊക്കെ ഈസിലി എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള നമുക്ക് ഓഡിറ്റഡ് അക്കൗണ്ട്സ് വഴി ഹെൽപ്ഫുള്ളാണ്. മാനേജ്മെൻറ്റ് ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പേർട്ട് അഡ്വൈസ് ഓഡിറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പല ഇയറിലായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ടാക്സ് ലയബിലിറ്റീസൊക്കെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെയുള്ളത് നമ്മൾ ഫസ്റ്റ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞു, പിന്നെ ഫോർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഫോർ ഗവൺമെൻറ് ആണ് പറയുന്നത്. ടാക്സേഷൻ അതോറിറ്റീസ് ആർ ഓൾ അതർ ഗവൺമെൻറ് അതോറിറ്റീസ് റിലേ ഓൺ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ടാക്സ് അതോറിറ്റി ആയാലും ഏതൊരു ഗവൺമെൻറ് അതോറിറ്റി ആയാലും ഒരു കമ്പനീൻ്റെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവർ റിലേ ചെയ്യുന്നത്. അവരെപ്പോഴും അതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈവൻ ദ കോടതികൾ പോലും കോർട്ട്സ് പോലും ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണ്. ഫോർ ദ ക്രെഡിറ്റേഴ്സ് ആണെങ്കിലോ, creditors of an organization also rely on audited financial statements and accordingly grant credit limit to the business entity.